ആദ്യഘട്ട വെടിനിർത്തലിന്റെ മര്യാദകളെല്ലാം ലംഘിച്ചാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗാസയിൽ വൻ ആക്രമണം നടത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം 450ഓളം പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നൂറുകണക്കിന് ആളുകൾ വീണ്ടും തെരുവിലിറക്കപ്പെടുകയും ചെയ്തു. ഇതോടെ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധകളമാകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ആക്രമണത്തെ അപലപിച്ച് അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം രംഗത്തു വന്നു കഴിഞ്ഞു. ഇത്ര നാളും വിഷയത്തിൽ വലിയ ഇടപെടലൊന്നും നടത്താതിരുന്ന ഒമാൻ പോലും ഇപ്പോൾ ഇസ്രായേൽ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്ന കടുത്ത തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഹമാസും. പെട്ടെന്നുണ്ടായ നിലപാട് മാറ്റത്തിലെ പ്രധാന കുത്തിത്തിരിപ്പുകാർ അമേരിക്കയും ട്രംപുമാണെന്നാണ് അവർ ആരോപിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. ഇസ്രായേൽ ഗാസ ആക്രമിക്കാൻ പോകുന്നുവെന്ന് തങ്ങളെ അറിയിച്ചിരുന്നുവെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കാൻ ഇടപെടേണ്ട ട്രംപ് ഇസ്രായേലിന് കൈയടിച്ച് കൂട്ടുനിൽക്കുകയാണെന്നാണ് ഹൂതികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത രോഷത്തിലായ ഹമാസ് റഷ്യയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏത് നീക്കത്തിനും റഷ്യ പിന്തുണ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇറാന്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് ഹൂതികൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നേരിട്ടുള്ള ആക്രമണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൂതികളുടെ ഈ ഭീഷണി അത്ര നിസ്സാരമാക്കാൻ കഴിയില്ല. കാരണം ഇറാന്റെയോ മറ്റോ ഒരു ഉത്തരവ് മാത്രം മതി ഹൂതികൾ ശത്രുക്കളെ കയറി മേയാൻ. അതിന് ട്രയൽ റൺ പോലും നടത്തി തയ്യാറെടുത്തിരിക്കുകയാണ് അവർ. ഹൂതികളുടെ ഈ ഭീഷണിക്ക് പിന്നിലെ രഹസ്യം സാക്ഷാൽ അമേരിക്ക പോലും ഇനി അടുക്കില്ല എന്നുള്ളതിനും ഉറപ്പാണ്. USS ട്രൂമാൻ കാരിയർ ടാസ്ക് ഫോഴ്സിനെ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഹൂതികൾ അത് തെളിയിച്ചിട്ടുമുണ്ട്. പോരാട്ടം രൂക്ഷമാകുമ്പോൾ അമേരിക്കൻ സേന പ്രതീക്ഷിച്ചതിലും ഇരട്ടി അധികം പണിയാണ് ഇവർക്ക് നേരിടേണ്ടി വരിക. ഹൂതികളുടെ ആയുധങ്ങൾക്ക് മുന്നിൽ അത്ര എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നും ഉറപ്പാണ്. കാരണം അവർ തങ്ങളുടെ ആയുധശേഖരത്തിലെ ചെകുത്താനെ തന്നെ പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വാർത്തകൾ. നിരവധി ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ മാർഗങ്ങളുമാണ് ഹൂതികളുടെ കൈവശമുള്ളത്. സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത ഹൂതികളുടെ ഒരു വലിയ UAV ആണ് യാഫ. 2600 കിലോമീറ്റർ ദൂരപരിധിയും 20 മുതൽ 50 കിലോഗ്രാം വരെ ഭാരമുള്ള ദീർഘദൂര മിസൈലായ ഇത് ഉയർന്ന പേലോഡ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ്. 2018 UAE കൊലപ്പെടുത്തിയ ഹൂതി നേതാവ് സാലിഹ് അൽ സമ്മദിന്റെ പേരിലുള്ള സമദ് 3 എന്ന UAVയും ഹൂതികളുടെ ശക്തിയാണ്. 1800 കിലോമീറ്റർ ദൂരപരിധിയും മണിക്കൂറിൽ 250 കിലോമീറ്റർ പരമാവധി വേഗതയും 18 കിലോഗ്രാം പേലോഡും ഉള്ള ഈ വലിയ UAVയുടെ ദീർഘദൂരവും ഉയർന്ന വേഗതയും അതിന് രഹസ്യാന്വേഷണ നിരീക്ഷണ ദൗത്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നവയുമാണ്. ഇതിന്റെ പേലോഡ് ശേഷി ക്യാമറകൾ, സെൻസറുകൾ തുടങ്ങിയ മാപ്പിംഗ് സംവിധാനവും സർവേയിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. സമദ് 3 ഒരു ആശയവിനിമയ റിലേ ആയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ വ്യാപ്തിയും പേലോഡ് ശേഷിയും ഇതിനെ തിരിച്ചറിയാനും രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമാക്കുന്നവയാണ്. അതിർത്തി പെട്രോളിംഗും നിരീക്ഷണവും പരിസ്ഥിതി നിരീക്ഷണവും ദുരന്ത നിവാരണ പ്രതികരണവും പുനരധിവാസവും എല്ലാം സമദിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നുണ്ട്. സമദ് ശ്രേണിയിലെ മറ്റൊരു ഡ്രോണാണ് സമദ് 4. ഇറാനിയൻ പിന്തുണയോടെ യമനിലെ ഹൂതി വിമതരാണ് സമദ് 4 വികസിപ്പിച്ചെടുത്തത്. സമദ് 4ന് ഏകദേശം 1500 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ പറക്കാനാകും. ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ അനുവദിക്കുന്ന കൃത്യതയുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ സമദ് 4ന് ഗണ്യമായ ഒരു സ്ഫോടക വസ്തു വഹിക്കാൻ കഴിയുമെന്നും വാർത്തകളുണ്ട്. സമദ് 4ന്റെ ക്രൂയിസ് മിസൈൽ കഴിവുകൾ കരയിലോ കടലിലോ ഉള്ള ലക്ഷ്യങ്ങൾക്കെതിരെയും പ്രയോഗിക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ UAVകളുടെ കൃത്യതയുള്ള മാർഗനിർദ്ദേശവും വാർഹെഡ് ശേഷിയും യുദ്ധതന്ത്രങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഹൂതികൾക്ക്. സമദ് 4ന്റെ വികസനവും വിന്യാസവും അമേരിക്ക അടക്കമുള്ള ശത്രുക്കൾക്ക് വൻ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ആളില്ല ആകാശ വിമാനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഖാസേഫ് 1ഉം ഖാസേഫ് 2Kയും. 100 കിലോമീറ്ററിലധികം ദൂരപരിധിയും 300 കിലോഗ്രാം പേലോഡുമുള്ള ലളിതവും ചെലവ് കുറഞ്ഞതുമായ കാമിക്കോസ് ഡ്രോണുകളാണിവ. സൂയിസൈഡ് ഡ്രോൺ അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന ആയുധങ്ങളും ഇവയെ വിശേഷിക്കപ്പെടുന്നുണ്ട്. ഖാസേഫ് 1ൽ GPS-ഉം ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന സ്ഫോടനാത്മകമായ ഒരു വാർഹെഡും ഇത് വഹിക്കുകയും ചെയ്യുന്നു. കൃത്യമായ ആക്രമണങ്ങൾക്കായി സ്ഫോടക വസ്തുക്കളോ മിസൈലുകളോ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നവയാണ് ഖാസേഫ് 2K. ഏകദേശം 200 മുതൽ 300 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. GPS, ഇൻഫ്രാറെഡ് എന്നിവയുൾപ്പെടെയുള്ള നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന സ്ഫോടകശേഷിയുള്ളതും വിഘടനശേഷിയുള്ളതും
ഉൾപ്പെടെയുള്ള വിവിധതരം വാർഹെഡുകൾ ഇവയ്ക്ക് വഹിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇറാന്റെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഈ 2 ഡ്രോണുകളും സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുമെതിരായി വിവിധ ആക്രമണങ്ങളിൽ ഹൂതികൾ പ്രയോഗിച്ചതായി തെളിവുകളും വന്നിട്ടുണ്ട്. ഖാസെഫ് 1 ഉം ഖാസെഫ് 2Kയും താരതമ്യേന ചെലവ് കുറഞ്ഞ ഡ്രോണുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ വൻ ശേഖരം തന്നെ ഹൂതികൾക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മണിക്കൂറിൽ 185 കിലോമീറ്റർ പരമാവധി വേഗതയും 50 കിലോഗ്രാം വാർഹെഡുമുള്ള ഹൂതികളുടെ മറ്റൊരു മുതൽക്കൂട്ടാണ് വാ-അയദ് എന്ന ആയുധം. GPS-ഉം ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ കൃത്യമായ ടാർഗറ്റിംഗ് സാധ്യമാക്കുന്നവയാണ്. അതുവഴി കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ബോയിങ് RQ-21 ബ്ലാക്ക് ജാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഹൂതികളുടെ മറ്റൊരു നിരീക്ഷണ ഡ്രോണുകളാണ് മിർസാദ് 1, 2 എന്നിവ. മിർസാദ് 1 എന്നത് രഹസ്യാന്വേഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനുമായി രൂപകൽപ്പന ചെയ്തവയാണ്. ഒരു നിരീക്ഷണ ഡ്രോണായും ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഏകദേശം 200 മുതൽ 300 കിലോഗ്രാം വരെയാണ് ഇതിൻ്റെ പരിധി എന്ന് കരുതപ്പെടുന്നത്. മിർസാദ് 2 ഒരു മൾട്ടി റോൾ UAV ആണെന്നും പറയപ്പെടുന്നുണ്ട്. നിരീക്ഷണം, രഹസ്യാന്വേഷണം, പോരാട്ട ദൗത്യങ്ങൾ തുടങ്ങിയ വിവിധ ജോലികൾ ചെയ്യാൻ ഇതിന് കഴിയും. ഇതിന് ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ നിലനിൽക്കുവാനും സാധിക്കും. ഇതിൻ്റെ ദൂരപരിധി ഏകദേശം 500 മുതൽ 700 കിലോമീറ്ററുമാണ്. മിർസാദ് 1ഉം മിർസാദ് 2ഉം ഓട്ടോണമസ് ഫ്ലൈറ്റ് പ്രാപ്തമാക്കുന്ന ഓട്ടോ പൈലറ്റ് സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നവയാണെന്നും പറയുന്നുണ്ട്. 2 ഡ്രോണുകൾക്കും ഒരു പേലോഡ് ശേഷിയുമുണ്ട്. ഇത് വിവിധ സെൻസറുകൾ, ക്യാമറകൾ അല്ലെങ്കിൽ മറ്റ് പേലോഡുകൾ വഹിക്കാൻ കഴിയുന്നതാണ്. ഡ്രോണുകൾ മാത്രമല്ല, വമ്പൻ മിസൈൽ ശേഖരവും ഹൂതികളുടെ പക്കലുണ്ടെന്നതിൽ സംശയമൊന്നും വേണ്ടെന്നും വാർത്തകളുണ്ട്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ശത്രുക്കളെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള ധാരാളം മിസൈൽ ശേഖരമാണ് ഹൂതികളുടെ കൈവശമുള്ളത്. ഇനി ഇതൊന്നുമല്ല അവരെ ഭയപ്പെടുത്തുന്നത്. ഇറാൻ സഹായത്തോടെ നിർമ്മിച്ച ചില അത്യാധുനിക ആണവ ആയുധങ്ങളും ഇവർക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഏത് നിമിഷവും ഉപയോഗിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഹൂതികൾ. ഇറാൻ്റെയോ മറ്റോ ഒരു ഉത്തരവ് മാത്രം മതി ഏത് നിമിഷവും അമേരിക്കയ്ക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേലിലേക്കോ ഹൂതികളുടെ പക്കലുള്ള ആണവായുധങ്ങൾ വന്ന് പതിച്ചേക്കാം എന്ന വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി ഒരു ഉത്തരവിനുമായി മാത്രം കാത്തിരിക്കുകയാണ് ഹൂതികളെന്നും പറയുന്നുണ്ട്.